ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്ററിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബുദ്ധിസത്തെക്കുറിച്ചും ജൈനിസത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ദ 16 മഹാജനപദാസ്. ഓക്കെ, അപ്പം മഹാജനപദങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്തിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബുദ്ധിസമായാലും ജൈനിസമായാലും ഇതെല്ലാം എമേർജ് ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് 6th സെഞ്ച്വറിയാണ്, അതായത് 6ാം നൂറ്റാണ്ടാണ്. അപ്പം 6ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് ഞാൻ പറഞ്ഞു വളരെ ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ചരിത്രം പറയുമ്പം വളരെ പ്രധാനപ്പെട്ടൊരു കാലമാണ്. ഓക്കെ, നമ്മൾക്ക് ഇൻ ടേംസ് ഓഫ് ദ സോഷ്യോ ആൻഡ് ഇക്കണോമിക് ഈവൻ ദ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു 6ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഭാഗത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം, ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെയായിട്ട് ഒരു പെർട്ടിക്കുലർ റിലീജിയസ് സെക്ട്സുകൾ ഈ ഒരു കാലഘട്ടത്തിൽ എമേർജ് ചെയ്തെന്ന് പറഞ്ഞു. എന്നാൽ ഒരിക്കലും ഒരു സോഷ്യോ ഇക്കണോമിക് ആൻഡ് റിലീജിയസ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു മേഖലയിൽ മാത്രമല്ല നമ്മൾ ഈ 6ാം നൂറ്റാണ്ടിനെ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പൊളിറ്റിക്കലായിട്ട് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് കൂടെ ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ 6ാം നൂറ്റാണ്ട്. ഓക്കെ, അപ്പം അതായത് ഒരുപാട് ന്യൂ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് അത് എമേർജ് ചെയ്തിട്ടുള്ളൊരു കാലഘട്ടത്തെ കൂടിയാണ് നമ്മൾ 6ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ കാലഘട്ടത്തിൻ്റെ ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ നിർബന്ധമായും റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ് പഠിച്ചു, വളരെ കൃത്യമായിട്ട് പുതിയ റിലീജിയൻസ് എമേർജ് ചെയ്തെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്ട്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതുതായിട്ടുള്ള ഒരു രാഷ്ട്രീയ മേഖലയിൽ വന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു പിൽക്കാല വേദഘട്ടമായപ്പോഴേക്കും ആ ഒരു ജനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗമായിട്ട് കാർഷിക രംഗത്തോട്ട് പോയി എന്നുള്ളത് നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം കൃഷി അവർ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഒരു സെഡിൻഡറി അല്ലെങ്കിൽ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർ ഫോളോ ചെയ്തു. റൈറ്റ്, അതായത് അഗ്രികൾച്ചറൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആസ് എ റിസൾട്ട് ഓഫ് അഗ്രികൾച്ചറിൻ്റെ ആ ഒരു ആവിർഭാവം അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു ലാർജ് സ്കെയിലിൽ കൃഷി ആരംഭിച്ചതോടുകൂടി മനുഷ്യൻ ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ് പ്രധാനമായിട്ടും ജനപദാസ് അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സിൻ്റെ ഫൗണ്ടേഷനിലോട്ട് കാരണമായത്. ആ രീതിയിൽ ഒരു ജനപദമായിട്ട് അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ കൃഷിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ വൺ പെർട്ടിക്കുലർ പ്ലേസിൽ, അതായത് ഒരു പ്രദേശത്ത് താമസിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റിൻ്റെ ഒരു ഫോർമേഷനിലോട്ട് നയിക്കുന്നു. അതായത് ഒരു രാജാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലുള്ള ഒരു ജനപദം എന്ന് പറയുന്നതാണ് ടെറിട്ടോറിയൽ സ്റ്റേറ്റ്. ആ ടെറിട്ടോറിയൽ സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നതാണ് അവിടെയുള്ള ഒരു കിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു 6ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, അതായത് നമ്മൾ ഈ പറഞ്ഞ മുൻപുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വെസ്റ്റേൺ യുപിയിലായിരുന്നു എങ്കിൽ ഈ 6ാം നൂറ്റാണ്ടായപ്പോഴേക്കും അത് ഈസ്റ്റേൺ യുപിയിലോട്ടും ബീഹാറിലോട്ടും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ 6ാം നൂറ്റാണ്ടിന് മുൻപ് അവിടെയുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയാലും ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വെസ്റ്റേൺ യുപി ആയിരുന്നു, ഉത്തർപ്രദേശ്. ഓക്കെ, വെസ്റ്റേൺ ഉത്തർപ്രദേശ് ആയിരുന്നു. എന്നാൽ ആ വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ നിന്നും ഈസ്റ്റേൺ ഉത്തർപ്രദേശിലോട്ടും ബീഹാറിലോട്ടും ഒരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ 6ാം നൂറ്റാണ്ടിലുണ്ടായി. ഓക്കെ, സോ എന്തുകൊണ്ടാണ് അത്തരത്തിൽ വെസ്റ്റേൺ യുപിയിൽ നിന്നും ഈസ്റ്റേൺ യുപിയിലോട്ട് പോയതെന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വളരെ പ്രധാനമായിട്ടും ഈസ്റ്റേൺ യു പി എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലി വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. അവിടെ ഒരു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വളരെയധികം ഫെർട്ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മഴ ധാരാളം ലഭിക്കുന്ന പ്രദേശമായിരുന്നു, റിവർ സിസ്റ്റം ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഈ ഒരു പ്രദേശത്തുണ്ട്. ഈസ്റ്റേൺ യു പി എന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള
വളരെ അനുകൂലമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. എന്നാൽ അത് കൂടാതെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ യു പിയുടെയും ബീഹാറിൻ്റെയും എല്ലാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടെ വളരെയധികം അയൺ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൻ്റെ അടുത്ത പ്രദേശമായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഈസ്റ്റേൺ യു പിയും ബീഹാറും. അപ്പം ഇരുമ്പിൻ്റെ അംശം വളരെയധികം ഉള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പം ഇരുമ്പിൻ്റെ സ്വാഭാവികമായിട്ടും ഇരുമ്പ് ആയുധങ്ങൾ നിർമ്മിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു ഈസ്റ്റേൺ യു പിയും ബീഹാറും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നല്ല മികച്ച ഇരുമ്പിൻ്റെ ആയുധങ്ങൾ നിർമ്മിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ആ ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റ്സ് എല്ലാം ഒരു വളരെ വലിയ രീതിയിൽ ഒരു ലാർജ് ആയിട്ട് മാറുകയും അത് പിന്നീട് മഹാജനപദങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അതായത് ഭൂമിശാസ്ത്രപരമായ നല്ല അനുകൂലമായിട്ടുള്ള പ്രത്യേകതകൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇരുമ്പ് അല്ലെങ്കിൽ ഇരുമ്പ് ആയുധങ്ങൾ നിർമ്മിക്കാനൊക്കെ അതിന് ലഭ്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷത കൂടിയുള്ള പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അതെല്ലാം ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റിലേക്ക് നയിക്കുകയും അത് പിന്നീട് ഒരു ലാർജ് വളരെ വലിയ രീതിയിൽ ടെറിട്ടോറിയൽ സ്റ്റേറ്റ് മാറുകയും അതിനെയാണ് നമ്മൾ പിന്നീട് മഹാജനപദങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, സോ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു മഹാജനപദസ് അത് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിന്ധ്യാസിൻ്റെ നോർത്ത് പാർട്ടിലായിരുന്നു ഈ ഒരു മഹാജനപദങ്ങൾ കൂടുതലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ബീഹാറിൻ്റെയും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൻ്റെയും അതിൻ്റെ ഈസ്റ്റ്, ഓക്കെ, ബീഹാറിൻ്റെ ഈസ്റ്റായിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിൻ്റെ ഭാഗങ്ങളിലുമായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ മഹാജനപദാസ് പ്രധാനമായിട്ടും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു മഹാജനപദാസ്. ഓക്കെ, എത്ര മഹാജനപദാസ് ഈ ഒരു 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് റൈറ്റ് 16th. ഓക്കെ, നമ്പർ 16 16 മഹാജനപദങ്ങൾ ഇന്ത്യയിൽ 6-ാം നൂറ്റാണ്ടിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്, അതിൻ്റെ ക്യാപിറ്റൽ എവിടെയൊക്കെയാണ്, അതിൻ്റെ മോഡേൺ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു മഹാജനപദാസിനെ പറ്റി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ വളരെ മിനിമം ഒരു 5-6 മഹാജനപദങ്ങളും അതിൻ്റെ ക്യാപിറ്റൽസും പഠിക്കാൻ ശ്രമിക്കണം. മുഴുവൻ പഠിച്ചാൽ അത്രയും നല്ലത്. അപ്പം മൊത്തത്തിൽ 16 മഹാജനപദങ്ങളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും അങ്ക മഹാജനപദാസ് 16 എണ്ണമുണ്ട്. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആദ്യത്തേത് ഫസ്റ്റ് അങ്കയുടെ ക്യാപിറ്റൽ ചമ്പ എന്നുള്ളതാണ്. മോഡേൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബഗൽപൂരാണ്. നെക്സ്റ്റ് മഹാജനപദ എന്ന് പറയുന്നത് ഞാൻ ഈ എണ്ണം പറയാം, ഏതൊക്കെയാണെന്ന് പറയാം, അതിൻ്റെ ക്യാപിറ്റൽ പറയാം. നിങ്ങൾക്ക് മെറ്റീരിയലിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ടേബിൾ തന്നെയുണ്ട്, ഏതൊക്കെ മഹാജനപദങ്ങളും അതിൻ്റെ ക്യാപിറ്റലും. ഓക്കെ, അങ്ക പറഞ്ഞു, ക്യാപിറ്റൽ ചമ്പ. ദെൻ മഗധ, ക്യാപിറ്റൽ ഗിരിവ്രജ അഥവാ രാജ്ഗൃഹ. അത് മോഡേൺ ഗയ, പാട്ന, ബീഹാറിലാണ് മഗധ സ്ഥിതി ചെയ്തിരുന്നത്. നെക്സ്റ്റ് 3 കാശിയുടെ ക്യാപിറ്റൽ മഹാജനപദമായ കാശിയുടേത് ക്യാപിറ്റലും കാശി തന്നെയാണ്. മോഡേൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബനാറസ് ആണ്. നെക്സ്റ്റ് 4th വത്സയുടെ ക്യാപിറ്റൽ കൗശാംബി. ഓക്കെ, അലഹബാദ് ആണ് മോഡേൺ ലൊക്കേഷൻ. ദെൻ 5th കോസ്ലയുടേത് ശ്രാവസ്തിയാണ് ക്യാപിറ്റൽ ആൻഡ് അത് ഈസ്റ്റേൺ ഉത്തർപ്രദേശിലാണ് കോസ്ല. ദെൻ വരുന്നു സുരസേന, ക്യാപിറ്റൽ മധുര, മോഡേൺ ലൊക്കേഷൻ മധുര. ദെൻ 7th പാഞ്ചാല, അതിൻ്റെത് അഹിഛത്ര ആൻഡ് കാമ്പില്യ, അതാണ് അതിൻ്റെ ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്നത്. അതിൻ്റെ മോഡേൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് പാഞ്ചാലയുടേത് വെസ്റ്റേൺ ഉത്തർപ്രദേശിലാണ്. ഇന്നത്തെ വെസ്റ്റേൺ ഉത്തർപ്രദേശാണ് പാഞ്ചാല എന്ന ജനപദത്തിൻ്റെ മോഡേൺ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുരു എന്ന മഹാജനപദയുടെ ക്യാപിറ്റൽ ഇന്ദ്രപ്രസ്ഥമാണ്. അത് പ്രധാനമായും മീററ്റ് ആൻഡ് എസ് ഹരിയാന. ഓക്കെ, ദെൻ 9ാമത്തത് മത്സ്യ എന്ന മഹാജനപദ, ക്യാപിറ്റൽ വിരാട് നഗർ ആൻഡ് ദ മോഡേൺ ലൊക്കേഷൻ ഇസ് ജയ്പൂർ. ഓക്കെ, ദെൻ 10th ചേദിയുടേത്
സോഥിവതി ഓർ ബാണ്ട, അത് ബുന്ദൽഖണ്ഡയാണ് ചേടി മഹാജനപദയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവന്തിയുടെ ക്യാപിറ്റൽ ഉജ്ജയിൻ അഥവാ മഹിഷ്മതി, അത് മോഡേൺ ലൊക്കേഷൻ മധ്യപ്രദേശ് ആൻഡ് മാൽവ. ഓക്കെ, ദെൻ കംസ് ഗാന്ധാരയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് താക്സിലയാണ്. താക്സില ഇന്നത്തെ മോഡേൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് റാവൽപിണ്ടിയിലാണ്. താക്സിലയുടെ, അതായത് ഈ പറഞ്ഞ ഗാന്ധാര എന്ന മഹാജനപദത്തിന്റെ ക്യാപിറ്റൽ താക്സിലയാണ്. അത് മോഡേൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് റാവൽപിണ്ടിയാണ്. ദെൻ നെക്സ്റ്റ്, അതായത് 13ാമത്തെ മഹാജനപദം എന്ന് പറയുന്നത് കംപോജമാണ്. അത് പൂഞ്ച. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റൽ. ദെൻ രാജോരി ആൻഡ് ഹജ്ര, കാശ്മീർ പ്രദേശത്താണ് അതിൻ്റെ മോഡേൺ ലൊക്കേഷൻ. നെക്സ്റ്റ് 14th വൺ ഈസ് അസ്മഗത്തിൻ്റെത് പ്രതിസ്ഥാൻ അഥവാ പൈത്താൻ. ഓക്കെ, അത് പ്രധാനമായിട്ടും അതിൻ്റെ മോഡേൺ ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഗോദാവരി നദിയുടെ തീരത്താണ് അസ്മക എന്ന് പറയുന്ന മഹാജനപദം ഉണ്ടായിരുന്നത്. 15ാമത്തത് വജ്ജിയാണ്. ആ വജ്ജി എന്ന മഹാജനപദത്തിൻ്റെ ക്യാപിറ്റൽ വൈശാലിയാണ്. ഓക്കെ, നെക്സ്റ്റ് 16ാമത്തെ മഹാജനപദം എന്ന് പറയുന്നത് മല്ലയുടേത് ക്യാപിറ്റൽ കുഷിനാര. അത് ഡിയോറ ആൻഡ് UP, അവിടെയാണ് അത് അതിൻ്റെ മോഡേൺ ലൊക്കേഷനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6ാം നൂറ്റാണ്ടിൽ എമേർജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് 16 എണ്ണമാണ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്യാപിറ്റൽ പറഞ്ഞു. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മെറ്റീരിയൽസിലുണ്ട്. അത് ആ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ ഒരു മഹാജനപദങ്ങളുടെ ഈ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 16 എണ്ണത്തിൽ ഭൂരിഭാഗവും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രാജകീയമായിട്ടുള്ള, അതായത് മൊണാർക്കിക്കലായിട്ടുള്ള സവിശേഷതയുള്ള ചില സ്റ്റേറ്റുകളായിരുന്നു. അതിനെയാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഫോർ മൊണാർക്കിക്കൽ നേച്ചർ. ഓക്കെ, മൊണാർക്കി ആയിരുന്നു, രാജഭരണമായിരുന്നു. എങ്കിൽ ചില സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഗണസംഘ ഉണ്ട്, അതായത് ഒരു ഒളിഗാർക്കിക്കൽ സിസ്റ്റം ഓഫ് ഗവേണൻസ് ആണ്. ഓക്കെ, അതായത് ഒളിഗാർക്കിയും മൊണാർക്കിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മൊണാർക്കി രാജഭരണമാണ്. ഒളിഗാർക്കി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു വളരെ കുറച്ച് ആളുകൾ ഇലക്ട് ചെയ്യപ്പെട്ടിട്ട് ആ രീതിയിൽ പോകുന്നതാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു കൂടുതലായിട്ട് മൊണാർക്കിയാണ് ഉണ്ടായിരുന്നത്. ചില സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഒളിഗാർക്കി വിഭാഗത്തിൽ വരുന്ന സ്റ്റേറ്റുകളും കൂടെ ഈ മഹാജനപദങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ വളരെ കൃത്യമായിട്ട് എന്താ പറയുക, ഈ ഒരു മൊണാർക്കീസിൽ വളരെ കൃത്യമായിട്ടൊരു ഹെറിഡിറ്ററി കിങ് റൂളേഴ്സ് ഉണ്ടാവും. എന്നാൽ ഈ ഒരു ഒളിഗാർക്കിയിൽ അങ്ങനെയല്ല. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇലക്റ്റഡ് കിങ്ങിനെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എലക്ട് ചെയ്തിട്ട് കുറെ കൂടി ഒരു നമ്മൾ ഈ മൊണാർക്കിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഒളിഗാർക്കിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ എന്നാലും ഈ ഒരു കോമൺ മാന് വലിയൊരു പാർട്ടിസിപ്പേഷൻ, ഒരു പങ്കാളിത്തം ഒന്നും ഈവൻ ഒളിഗാർക്കി ഗവേണൻസിൽ ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ മഹാജനപദങ്ങളിൽ കൂടുതലായിട്ട് മൊണാർക്കിക്കൽ നേച്ചറിലുള്ള മഹാജനപദാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ചില സ്റ്റേറ്റ്സുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒളിഗാർക്കിക്കൽ ഫോം ഓഫ് ഗവേണൻസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ചില ഗണസംഘ എന്നാണ് അവരറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള സ്റ്റേറ്റുകളും ഈ മഹാജനപദത്തിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനമായിട്ടും പറയുന്നതാണ് വജ്ജി. ഓക്കെ, വജ്ജി എന്ന് പറയുന്നത് ഒരു ഒളിഗാർക്കി ഫോം ഉള്ള അല്ലെങ്കിൽ ഗണസംഘം ഉള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു, ഒരു മഹാജനപദമായിരുന്നു. ഓക്കെ, അതിൻ്റെ ക്യാപിറ്റൽ, വജ്ജിയുടെ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു വൈശാലിയാണ്. ഓക്കെ, സോ അത് പ്രധാനമായിട്ടും ആ വൈശാലിയിൽ അല്ലെങ്കിൽ ഈ ഒരു വജ്ജി അത് ഭരിച്ചിരുന്നത് ലിച്ചാവീസ് എന്ന വിഭാഗം ആളുകളായിരുന്നു. ഓക്കെ, സോ അപ്പം മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്. ഈ ഒളിഗാർക്കി വളരെ കൃത്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു ഉദാഹരണം എന്ന് പറയുന്നതായിരുന്നു ഈ വജ്ജി എന്ന് പറയുന്നത്. വജ്ജി പ്രധാനമായും ഭരിച്ചിട്ടുള്ളത് ലിച്ചാവീസ് ആയിരുന്നു. ഈ ഒരു ഒളിഗാർക്കീസ് അത് പ്രധാനമായിട്ടും സിറ്റുവേറ്റ് ചെയ്തിരുന്നത് ഹിമാലയാസിൻ്റെ ഫുഡ് ഹിൽസ്. ഓക്കെ, ഫുഡ് ഹിൽസ് ഓഫ് ദി ഹിമാലയാസ്, അതാണ് ബേസിക്കലി ഈ ഒളിഗാർക്കീസ് മഹാജനപദങ്ങളിലുള്ള ഈ ഒളിഗാർക്കി ഫോം ഓഫ് ഗവൺമെൻറ്. അത് അത്തരത്തിലുള്ള സ്റ്റേറ്റുകൾ പ്രധാനമായും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫുഡ് ഹിൽസ് ഓഫ് ദി ഹിമാലയാസിലാണ്. ഓക്കെ,
സോ അവർ പിന്നീട് ഗ്രാജ്വലി ആ ഒരു ഇത്തരത്തിലുള്ള ഒളിഗാർക്കീസ് മഗധൻ എംപയർ കോൺക്വർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പ്രധാനമായിട്ടും ഈ 6th സെഞ്ച്വറിയിൽ വളരെ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് കൂടെ അതിനുകൂടെ വേദിയായിട്ടുള്ളൊരു കാലഘട്ടമാണ്. റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സോഷ്യോ ഇക്കണോമിക് ആൻഡ് റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് ഈ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്. അതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം മഹാജനപദങ്ങളുടെ ആവിർഭാവം നടന്ന കാലഘട്ടമാണ് 6th സെഞ്ച്വറി. ഈ മഹാജനപദാസ്, അതിൻ്റെ എത്ര മഹാജനപദാസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് 16 എണ്ണമാണ്. അതിൽ ഭൂരിഭാഗവും മൊണാർക്കിക്കൽ നേച്ചറിലുള്ള മഹാജനപദാസ് ആയിരുന്നു. എന്നാൽ ചിലത് ഒളിഗാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ പറയുന്നതാണ് വജ്ജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹാജനപദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, മഹാജനപദാസ് എന്ന ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു.